പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം സ്വർഗത്തിൽ നാളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരിൽ മരിച്ചുപോയവരുടെ ഖബറുകളിൽ, അവരുടെ ബർസഖിയായ ലോകത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം നീ തുറന്നു കൊടുക്കണമേ. അതുവഴി ഖിയാമത്ത് നാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ. കഴിഞ്ഞ 1.5 വർഷമായി ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഗസയിൽ ഇസ്രായേൽ എന്ന തമ്മാടി രാഷ്ട്രത്തിന് ആളും അർത്ഥവും ആയുധവും നൽകി അവസാനത്തെ ഫലസ്തീനിയെയും വധിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്ന് വീരവാദം മുഴക്കിയ ആ രാജ്യവും അതിനെ തുണച്ച അമേരിക്കയും ഹമാസിനെയും ഗസയിൽ ജീവിക്കുന്ന ഫലസ്തീനിയെയും തുടച്ചു മാറ്റി ഗസയെ താൻ ശുദ്ധീകരിക്കും എന്ന് വീരവാദം മുഴക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു, ഞാൻ അധികാരമേറ്റു കഴിഞ്ഞാൽ ഗസയെ ചുട്ട് ചാമ്പലാക്കും, ഹമാസിനെ തുടച്ചു നീക്കും എന്ന് ആക്രോശിച്ച് ലോകത്തെ ഭീഷണിപ്പെടുത്തുകയും താക്കീത് നൽകി പേടിപ്പെടുത്തുകയും ചെയ്ത നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ഇവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠത്തിന്റെ പൊരുൾ. ആയിരക്കണക്കായ കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം വധിച്ച് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ബോംബിട്ട് കൊന്ന് ആശുപത്രികളും ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ചുട്ടുകരിച്ച് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാതിരുന്ന രൂപത്തിൽ ഒരു ജനതയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച കാപാലികന്മാർ, ചരിത്രം അവർക്ക് മാപ്പ് നൽകുകയില്ല. കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി കൊന്ന് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലിക കൈകൾ ഉയർത്തി കണ്ണീരോടുകൂടി അള്ളാഹുവിന്റെ അറസിലേക്ക് കണ്ണയച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ അള്ളാഹുവിനോട് സങ്കടം പറയും. എൻ്റെ ഉപ്പയും ഉമ്മയും കൊല്ലപ്പെട്ടു, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു, എൻ്റെ ഇളയ അനിയത്തി കൊല്ലപ്പെട്ടു, വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്. കണ്ണീരിൽ കുതിർന്ന ആ പ്രാർത്ഥനയുടെ പൊരുൾ ഒന്ന് മാത്രമായിരുന്നു, ഞാൻ എൻ്റെ അള്ളാഹുവിനോട് എൻ്റെ സങ്കടം പറയും. ആ പെൺകുട്ടി അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു. അള്ളാഹു ഇടപെട്ടു, അള്ളാഹു കണക്കിന് കൊടുത്തു. അക്രമികളായ ആളുകൾക്ക് പാഠമാകത്തക്ക രൂപത്തിൽ ആരാണ് ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തർ എന്ന് വീമ്പിളക്കിയ ചരിത്രത്തിലെ ഓരോ ധിക്കാരി സമൂഹത്തെയും ഏത് രൂപത്തിലാണോ അള്ളാഹു പാഠം പഠിപ്പിച്ചത്, അതേ രൂപത്തിലെ ഒരു പാഠം പഠിപ്പിക്കൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധിക്കാരികളായ ഭൗതിക സുഖാഡംബര പ്രമത്തരായ
ആളും അർത്ഥവും ആയുധവും എല്ലാം ബലം കൈപ്പെടുത്തിയ ആഡ് സമുദായം ഭൂമിയിൽ നിഗളിച്ച് അഹങ്കാരികളായി ജീവിച്ചു. വഖാലൂ, അവർ വീരവാദം മുഴക്കി, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ആർക്കാണ് ശക്തി? ഈ ലോകത്ത് അനിഷേധ്യമായ, ചോദ്യം ചെയ്യപ്പെടാത്ത ആയുധ ബലം ഞങ്ങൾക്കാണ്. ഒരു മിനിറ്റ് കൊണ്ട് ലോകത്തെ ചുട്ട് ചാമ്പലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തി ആർക്കാണുള്ളത്? അഹങ്കാരമായിരുന്നു അത്. അല്ലാഹു ചോദിച്ചു, അവലം യറൗ, അവർ കണ്ടില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ പടച്ച അല്ലാഹുവാകുന്നു അവരെക്കാൾ ശക്തിയും ബലവും പ്രതാപവും ഉള്ളവൻ എന്നവർ കണ്ടില്ലേ? അല്ലാഹുവിനാകുന്നു ശക്തി. എല്ലാ ശക്തന്മാരെയും അതിജയിക്കാൻ കഴിയുന്ന ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്ന ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാകുന്നു ഇവിടെ സമർത്ഥിക്കുന്നത്. എന്താണ് അവർ ചെയ്തത്? വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ ഓരോ ദൃഷ്ടാന്തങ്ങളെയും നിഷേധിച്ച് തള്ളി നിഗളിച്ചർമാദിച്ച് കഴിഞ്ഞവരായിരുന്നു അവർ. അള്ളാഹു തെളിയിച്ചു കൊടുത്തു ആർക്കാണ് കൂടുതൽ ശക്തി. തീക്കാറ്റ് വന്നു, കാട്ടുതീ എന്ന് പറയുന്ന രൂപത്തിൽ തീക്കാറ്റ് വന്നു, എല്ലാറ്റിനെയും ചുട്ട് ചാമ്പലാക്കി. ലോക സമീപകാല ചരിത്രത്തിൽ ഉദാഹരണമില്ലാത്ത രൂപത്തിൽ ഒരു മനുഷ്യാധ്വാനവും ഇല്ലാതെ, ഒരു ഡോളർ പോലും മുടക്കാതെ, ആരുടെയും സംഭാവന പിരിച്ച് ആയുധം വാങ്ങാതെ അല്ലാഹുവിന്റെ അർശ് ഇടപെട്ടു മർദ്ദിതരായ ആളുകളെ സഹായിക്കുവാൻ. മർദ്ദകന്മാരിൽ നിന്നും ഇരകളായ പാവങ്ങളെ സംരക്ഷിക്കുവാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ഇടപെട്ടു. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ കൃത്യമായ രൂപത്തിൽ പറയാൻ, ആ നാട്ടിനെ ബാധിച്ചു. തീച്ചുഴലി, അതിൽ തീയുണ്ട്, തീച്ചുഴലി. ഇപ്പോൾ കാലിഫോർണിയയിലും അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും സംഭവിച്ച ഒരുപാട് കെടുതികൾക്ക് കാരണമായ, ഒരുപാട് ബില്യണുകൾ ചുട്ടുകരിച്ച ഏറ്റവും ക്രൂരമായ ശിക്ഷ. തീക്കാറ്റാണ് വന്നത്, അതിനെ ബാധിച്ചത്. എല്ലാറ്റിനെയും ആ തീ ചുട്ട് ചാമ്പലാക്കി. ഇന്ന് ഈ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്ത് പോലെ തോന്നുന്ന ആയത്താണ്. നോക്കൂ നിങ്ങൾ, നാം ചിന്തിച്ചിരുന്നു ഗസയിലെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിച്ചുടങ്ങിയപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും നിലാരംഭരായി ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നു, എന്താണ് അള്ളാഹുവിന്റെ ഇടപെടൽ വരാത്തത് എന്ന്. അള്ളാഹുവിന്റെ ഇടപെടൽ വന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസ്താവിച്ച ഒരു ഹദീസ് അബൂ മൂസൽ അശ്അരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നല്ലാഹ ലയുംലി ലിൽവാലിം, അല്ലാഹു അക്രമികളായ ആളുകൾക്ക് അവധി കൊടുക്കും. ചൂണ്ടക്കാരൻ തന്റെ കയറിങ്ങനെ അയച്ചിട്ട് കൊടുക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ആളുകൾക്ക് അവധി കൊടുക്കും. ഹത്താ ഇദാ അഖദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുകയാണെങ്കിൽ ഫലം യുഖ്ഫിലിതുഹു, അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല. കുതറി മാറാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു റഡാറിനും കഴിയില്ല, ഒരു മിസൈലിനും കഴിയില്ല, ഒരായിരം ശക്തിക്കും, ഒരു വിമാനത്തിനും ഒരു ബോംബറിനും കഴിയില്ല. ലം യുഫ്ലിതുഹു, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്നിട്ട് പറയാണ്, ഫകദാലിക അഖുദു റബ്ബിക്, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ നടപടിയും പിടികൂടലും. ഇദാ അഖദൽ ഖുറാ, ഒരു രാജ്യത്തെ പിടികൂടണം, അതിനെതിരിൽ നടപടി സ്വീകരിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ വഹിയ ളാലിമ, അക്രമികളായ ഒരു നാട്ടുകാർ, നിരപരാധികളായ ആളുകളെ ചുട്ടുകൊല്ലുന്ന നാട്ടുകാർ, രാജ്യക്കാർ, നിസ്സഹായരായ വൃദ്ധന്മാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കരുണാലേശമന്യേ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന
ഭക്ഷണത്തിന് നിൽക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും ചുട്ടുചാമ്പലാക്കുന്ന, വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കരിച്ചു കളയുന്ന, ആശുപത്രികളിൽ അഭയം തേടി ചികിത്സയ്ക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന പാവങ്ങളെ നിഷ്കരുണം കൊന്നുതള്ളിയ ഒരു രാജ്യത്ത് അക്രമികളായിരിക്കുക അള്ളാഹു അങ്ങനെയാ പിടികൂടുക. ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്, അവന്റെ പിടികൂടൽ, അവന്റെ നടപടി എന്ന് പറഞ്ഞാൽ അത് കഠോരമാണ്, വേദനാജനകമാണ്, മനുഷ്യന് സാധ്യമല്ല. ഈ അക്രമികളോട് പ്രതികാരം ചെയ്യുവാൻ അള്ളാഹുവിന് അല്ലാതെ സാധ്യമല്ല. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളിലൂടെയും അള്ളാഹുവിന്റെ പ്രതികാര നടപടികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഇന്ന് ഈ ദിവസം വെള്ളിയാഴ്ചയിൽ കാലിഫോർണിയയിലെയും ലോസ് ആഞ്ചലസിലെയും ന്യൂയോർക്ക് വരെ പടരുന്ന അഗ്നിജാലകളുടെയും പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്താണ് എന്ന് തോന്നും. അതാണ് ഖുർആനിന്റെ മുഅ്ജിസത്ത്, അതാണ് ഖുർആനിന്റെ അമാനുഷികത. ഓരോ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതാണ് ഖുർആനിന്റെ അമാനുഷികമായ കഴിവ്. ഈ നിമിഷത്തിൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സൂക്തങ്ങളാണോ എന്ന് തോന്നും. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, നിന്റെ നാഥന്റെ പിടുത്തമുണ്ടല്ലോ അത് വളരെ കഠിനമാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ ഹതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വ സമൂദ്. ഒരുപാട് സൈന്യങ്ങൾ ഇസ്ലാമിനെതിരിൽ സംഘടിച്ചില്ലേ, ഒരുപാട് സഖ്യശക്തികൾ ആയുധങ്ങൾ വിനിയോഗിച്ചില്ലേ? എന്നിട്ട് ചോദിക്കുന്നു, അൽ അതാക്, നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ ഹദീസുൽ ജുനൂദ്, ആ സഖ്യകക്ഷികളായ സൈന്യങ്ങളുടെ വിവരങ്ങൾ? ഫിർഔന വ സമൂദ്, ഫിർഔൻ സമൂദ് ഗോത്രങ്ങൾ എല്ലാം ചരിത്രത്തിന്റെ താളുകളിൽ ഏത് രൂപത്തിൽ അടയാളപ്പെട്ടു എന്ന് നിനക്ക് മനസ്സിലായില്ലേ? സൂറത്തുൽ ഇബ്രാഹിമിന്റെ അവസാനത്തിൽ നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരായത്തുണ്ട്. സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനത്തിൽ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. വല്ലാത്ത സൂക്തമാണ്, വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കേണ്ട സൂക്തമാണ്. വലാ തഹ്സബന്നല്ലാഹ, അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഗാഫിലൻ, അവൻ അശ്രദ്ധനാണ് എന്ന്. അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികളായ ഈ ജനതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ കണ്ട് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് ആരും കരുതണ്ട. ഇന്നമാ യുഅഖിറുഹും, അല്ലാഹു അവർക്ക് പിന്തിക്കുകയാണ്, അവധി കൊടുക്കുകയാണ്. ലിയൗമിൻ, ഒരു ദിവസത്തേക്ക് വേണ്ടി. തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകളൊക്കെ ഇങ്ങനെ തുറിച്ചു നോക്കും, കണ്ണുകളൊക്കെ ഇങ്ങനെ തുറിച്ച് ആകാശത്തിലേക്ക് നിർനിമേഷരായി നോക്കി നിൽക്കും. മുഹ്തഈൻ, ഭയപ്പെട്ടുകൊണ്ട്, മുഖ്നിഈ റൂസിഹിം, തല താഴ്ത്തിക്കൊണ്ട്, ഇന്ന് അഹങ്കാരികളായിക്കൊണ്ട് ശിരസ്സുയർത്തി നിഗളിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യർ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ ഹാജരാക്കുമ്പോൾ മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, കണ്ണുകൾ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. വഅഫ്ഇദതുഹും ഹവാ, ഹൃദയങ്ങളൊക്കെ ശൂന്യമാണ്. അഹങ്കാരമില്ല, പൊങ്ങച്ചമില്ല, നിഗളിപ്പില്ല, അർമാദമില്ല, ഒന്നുമില്ലാത്ത രൂപത്തിൽ ശൂന്യമാണ് എല്ലാവരും. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ആ ആയത്തിന്റെ തുടർച്ചയിൽ മറ്റൊരായത്തുണ്ട്, വലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുലഹ ഇന്നല്ലാഹ അസീസുൻ ദുൻതിഖാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനാണ് എന്ന് ആരും കരുതണ്ട. അവൻ തീർച്ചയായും പ്രതികാരം ചെയ്യും. പ്രതാപശാലിയാണവർ, അവൻ വാഗ്ദാനം ലംഘിക്കില്ല, നിങ്ങളെ സഹായിക്കുമെന്ന കാര്യം അല്ലാഹു പൂർത്തീകരിക്കും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഇതല്ലാത്ത രൂപത്തിൽ മാറ്റിമറിക്കപ്പെടും, പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവസ്ഥയും താറുമാറാകും. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എങ്ങനെ? സർവഛത്രാധിപതിയായ പ്രപഞ്ചത്തിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ഈ ജനകോടികൾ ഇങ്ങനെ
പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്തായിരിക്കും വിചാരണ? എവിടേക്കായിരിക്കും കൊണ്ടുപോവുക? ഏത് നരകത്തിലേക്കാണ് ഞങ്ങളുടെ പ്രയാണം എന്ന് ഓരോരുത്തരും ആലോചിക്കും. ഫതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ് സറാബീലുഹും മിൻ ഖതിറാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. എന്തൊരു ശക്തമായ ഭാഷയാണെന്നറിയാമോ? ശക്തമായ അറബിയിലെ പ്രതിപാദന രീതി നാം മനസ്സിലാക്കണം. പദങ്ങളുടെ വിന്യാസം, വാചകത്തിന്റെ ഘടന, ഓരോ വാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിൽ ഉപയോഗിച്ചു. അറബി അറിയുന്നവർക്കറിയാം ഈ ഓരോ സൂക്തത്തിലെയും പൊരുൾ. ഫതറൽ മുജ്രിമീന യൗമഇദിൻ, പാപികളായ ആൾക്കാരെ അന്ന് നിനക്ക് കാണാം. മുഖർറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുകയാണ് അവരെ. കണ്ടില്ലേ, വലിയ വലിയ കുറ്റവാളികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കാലുകളിൽ വിലങ്ങ്, കൈകളിൽ വിലങ്ങ്, ആ വലിയ ചങ്ങലക്കൂട്ടം ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ പുതച്ചുകൊണ്ട് ചങ്ങലകളാൽ ബന്ധിതരായിക്കൊണ്ട് അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടും അവർ. ഈ ട്രംപും ഈ നെതന്യാഹുവും ലോകത്തിന്റെ നാനാഭാഗത്തിൽ ധിക്കാരികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രധാന മന്ത്രിമാരും, എല്ലാ രാജാക്കന്മാരും, ചക്രവർത്തിമാരും, എല്ലാ ഭരണാധികാരികളും അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. സറാബീലുഹും മിൻ ഖതിറാൻ, അവർക്ക് അല്ലാഹു ഉടുപ്പിച്ചു കൊടുക്കുന്ന പൈജാമയുണ്ടല്ലോ, ഉടുവസ്ത്രം. നമുക്ക് റോഡ് റിപ്പയർ ചെയ്യുകയോ ടാറിടുകയോ ചെയ്യുമ്പോൾ ഒരുക്കുന്ന ടാറുണ്ടല്ലോ, ടാർ, അതാണ് ഖതിറാൻ എന്ന് പറഞ്ഞാൽ. സറാബീലുഹും മിൻ ഖതിറാൻ, ഖതിറാൻ കൊണ്ടായിരിക്കും അവർക്കുള്ള ഉടുപ്പ്. ടാർ ഉരുക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറ. വതഖ്ശാ വുജൂഹഹുമുൻ നാർ, നരകം, അതിലെ തീ അവരെ മുഖത്തെ ഇങ്ങനെ മൂടും. ഇന്ന് വലിയ വലിയ വസ്ത്രങ്ങളും ആർഭാടങ്ങളും വലിയ ചമയങ്ങളുമായി ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ നിങ്ങൾ അറിയണം, നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഈ രൂപത്തിൽ ചങ്ങലകളിൽ ബന്ധിതരായിക്കൊണ്ട് ഹാജരാക്കപ്പെടും. സംശയം വേണ്ട. ഇന്ന് ജയിലുകളും പോലീസും കോടതികളും അവർക്കുണ്ട്. ഇന്ന് തടങ്കൽ പാളയങ്ങൾ അവർക്കുണ്ട്. പാപങ്ങളായ ആളുകളെ മർദ്ദിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട്. നാനാതരം ഭേദ്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന പാവങ്ങളായ ആളുകൾ ഇരകളാക്കപ്പെടുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഈ ഭരണാധികാരികൾ ഹാജരാക്കപ്പെടുമ്പോൾ ചിന്തിക്കണം, നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. ഓരോരുത്തരും സമ്പാദിച്ച തിന്മയുടെ പ്രതിഫലം പൂർണ്ണമായും നൽകാൻ വേണ്ടിയാണ്. ആ ആയത്ത് അവസാനിക്കുന്ന സൂക്തം നിങ്ങൾ അറിയണം. ആ അധ്യായം സൂറത്ത് ഇബ്രാഹിം. ഹാദാ ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്കുള്ള സന്ദേശമാണ് ഈ പറയുന്നത്. വലിയഅലമോ, അവരറിയണം, അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അല്ലാഹു ഏകനായ പരമാധികാരിയായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണ്, ഇലാഹാണ്. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയാകുന്നു ഇത്തരം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇത്രയും കൃത്യമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ ആർക്കാ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. നമ്മൾ മനസ്സിലാക്കണം, അമേരിക്കയിൽ ഉണ്ടായ ഈ ഭയങ്കരമായ കാട്ടുതീ എന്തെല്ലാം വസ്തുക്കളെ നക്കി തുളച്ചു. വളരെ കൃത്യമായ രൂപത്തിൽ അവയെല്ലാം തന്നെ വിവരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. വീടുകൾ, കോടീശ്വരന്മാരായ ആളുകൾ വസിച്ചിരുന്ന അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, ഹോളിവുഡിൽ കോടിക്കണക്കായ ബില്യൺ ഡോളറുകൾ സമ്പാദിച്ചിരുന്ന അഹങ്കാരികളായ നടീതടന്മാർ ഗസയിലെ പാവങ്ങളെ ചൂണ്ടി ഇനിയും തീർന്നിട്ടില്ല, അവസാനത്തെ കുഞ്ഞിനെയും കൊന്നേ ഞങ്ങൾ അടങ്ങൂ എന്ന് വീരവാദം മുഴക്കിയ, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ ഭീഷണികൾ മുഴക്കിയ നരാധമന്മാരായ അധികാരികൾ, അവർ വസിച്ചിരുന്ന വീടുകൾ അല്ലാഹു നശിപ്പിച്ചു. ബില്യൺ കണക്കിൽ ഡോളറുകളാണ്. ശതകോടീശ്വരന്മാർ അവർ വസിച്ചിരുന്ന ലോസ് ആഞ്ചലസിലെയും കാലിഫോർണിയയിലെയും
മനോഹരമായ വസതികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തുൽ ദുഖാനിൽ. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഇവിടെയുള്ള ഈ ജുമുഅത്ത് പള്ളിയിൽ 1:10 ഇറങ്ങിയ സൂക്തമാണ് എന്ന് തോന്നിക്കുന്ന ആയത്ത് നിങ്ങൾ കേൾക്കണം. ഫിർഔന്റെ ആളുകൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ കാലാകാലത്തോളം നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ സംഭവിക്കാനുണ്ടോ, അള്ളാഹുവിന്റെ നടപടികൾ ഉണ്ടാവാനിടയുണ്ടോ, അവയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്ര എസ്റ്റേറ്റുകളും എത്ര തോട്ടങ്ങളും എത്ര ജലാശയങ്ങളും ഫൗണ്ടനുകളുമാണ് അവർ വിട്ടേച്ചു പോകേണ്ടി വന്നത്. മേന്മയേറിയ കൃഷിസ്ഥലങ്ങൾ, കൃഷിപ്പാടങ്ങൾ, നോക്കിയാൽ നോക്കത്താത്ത കൃഷിയിടങ്ങളും വയലേലുകളും, മനോഹരമായ മഖാമിൻ കരീം, അന്തസ്സുള്ള പ്രൗഢിയോടെ ആകാശത്തിലേക്ക് തലയുയർത്തിയ അമ്പര ചുംബികളായ ബിൽഡിങ്ങുകൾ. വനഅ്മത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ആനന്ദ തുന്തിലരായി ആർഭാടത്തോടുകൂടി ആർമാദിച്ചു കഴിഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത സൗകര്യങ്ങൾ. അമേരിക്ക എന്ന രാജ്യത്ത് ജീവിക്കുന്ന ശതകോടീശ്വരന്മാരായ ആളുകൾ എന്തെല്ലാം സൗകര്യങ്ങളിൽ കൂടിയാണ് ജീവിക്കുക എന്ന് നിങ്ങൾക്കും എനിക്കും ഊഹിക്കാൻ പോലും കഴിയുകയില്ല. എന്നിട്ടോ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അവയെല്ലാം പിറകെ വരുന്ന ഒരു ജനതക്ക് അനന്തരമായി കൊടുത്തവർക്ക് ആ നാട് വിടേണ്ടി വന്നു, നശിപ്പിക്കപ്പെട്ടു. അവർ എല്ലാം വിട്ടൊഴിഞ്ഞു. വലിയ വലിയ എസ്റ്റേറ്റുകൾ, ആഡംബര ഭവനങ്ങൾ, രമ്യഹർമ്മ്യങ്ങൾ, അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ, മനുഷ്യർ, കാലികൾ, കൃഷിയിടങ്ങൾ ചൂട്ട് ചാമ്പലാക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെയും ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആ കാറ്റ് എന്ന് പറയുന്ന ഭയങ്കരമായ ശിക്ഷ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങളൊക്കെ അല്ലാഹുവിന്റേതാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹു അല്ലാതെ അവന്റെ സൈന്യം ആരാണ്, ഏതാണ്, എങ്ങനെയാണ് എന്നാർക്കും പറയാൻ സാധ്യമല്ല. കാറ്റാവാം, അഗ്നിപർവ്വതമാവാം, കോവിഡാകാം, കൊടുങ്കാറ്റാവാം, അണുബാധയാവാം, മഹാമാരിയാകാം, ഇതുപോലെയുള്ള തീക്കാറ്റാകാം. ഒരുപാട് സൈന്യങ്ങൾ അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, നിന്റെ നാഥന്റെ സൈന്യം ആരാണ് ഇയാൾക്ക് അവർ പറയാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചുട്ടുകരിക്കാൻ പ്ലാനിട്ട നമ്രൂദ് ഏത് രൂപത്തിലാ കൊല്ലപ്പെട്ടത് അറിയാമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചുട്ടുകരിക്കാൻ ലോകത്തുള്ള മുഴുവൻ ഇന്ധനങ്ങളും ശേഖരിച്ച് വലിയ അഗ്നി കൊണ്ട് നിർമ്മിച്ച് അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ് വിക്ഷേപിച്ചത്. നിങ്ങൾ അറിയണം, മനുഷ്യർക്ക് അങ്ങോട്ട് അടുക്കാൻ സാധ്യമല്ല. കഠിനമായ ശിക്ഷ, നമ്രൂദിന്റെ ശിക്ഷ. ഈ പ്രതാപിയായ നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണ് ശിക്ഷിച്ചതെന്നറിയാമോ? ആ നമ്രൂദിന്റെ ചെവിട്ടിലൂടെ ഒരു പ്രാണിയെ അല്ലാഹു കടത്തിവിട്ടു. ഒരു പ്രാണി, ഒരു കേവലമായ പ്രാണി, ഒരു കീടം, അത് തലച്ചോറിലേക്ക് ഇങ്ങനെ കടന്ന് നമ്രൂദിന് ഉറങ്ങാനും ഉണരാനും ജീവിക്കാനും ശ്വസിക്കാനും ആശ്വസിക്കാനും സമാധാനിക്കാനും കഴിയാത്ത രൂപത്തിൽ 24 മണിക്കൂറും ഈ പ്രാണി അയാളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, 418 കൊല്ലം ആ രൂപത്തിൽ ആ പ്രാണിയെയും വഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്നു നമ്രൂദിന്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, നിന്റെ നാഥന്റെ സൈന്യങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയാണ് എന്ന് നാഥനല്ലാതെ അറിയാൻ സാധ്യമല്ല. ആരെങ്കിലും അയാളെ കാണാൻ വരുമ്പോൾ, അയൽ രാജ്യങ്ങളിലെ ചക്രവർത്തിമാർ സന്ദർശിക്കുമ്പോൾ പറയും, അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയും, എന്റെ തലക്കൊന്നടിക്കൂ, എനിക്ക് ആശ്വാസം വരട്ടെ, എന്റെ തലക്കൊന്നടിക്കൂ, പ്രഹരിക്കൂ, എനിക്ക് ആശ്വാസം വരട്ടെ, ആ പ്രാണി ചാകട്ടെ. ചാവോ? 418 കൊല്ലം. ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കൃത്യമായ രൂപത്തിൽ തിരുമേനി പറഞ്ഞു, ആ നമ്രൂദിനെ 418 കൊല്ലം ഈ രൂപത്തിൽ അല്ലാഹു ശിക്ഷിച്ചു. അങ്ങനെയാ അള്ളാഹുന്റെ പിടുത്തം അങ്ങനെയാ. അത് അവിടെ മാത്രമല്ല, കാലിഫോർണിയയിൽ ഉണ്ടാവാം,
ലോസ് ആഞ്ചലസിലുണ്ടാവാം, ന്യൂയോർക്കിലുണ്ടാവാം, ലോകത്തിന്റെ ഏത് ഭാഗത്തും അങ്ങനെ സംഭവിക്കാം. അക്രമികൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് വെറുതെ പോകുമെന്നാരും കരുതേണ്ടതില്ല. അല്ലാഹ് ചോദിക്കുകയാണ്, അഫഅമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നമ്മൾ എപ്പോഴും ആലോചിക്കണം ഈ ആയത്തുകളൊക്കെ. ഖുർആൻ അതാണ് ഖുർആൻ. നമ്മൾ ഓരോ സന്ദർഭത്തിലും ഓതുമ്പോൾ, ഓരോ ദിവസവും പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറക്കിയ ആയത്തുകളാണോ എന്ന് തോന്നിക്കുന്ന സൂക്തങ്ങളും അതിന്റെ പൊരുളും സാരാംശവുമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കൂ, സൂറത്തുൽ അറാഫിലെ ആയത്ത്. അഫഅമിന അഹ്ലുൽ ഖുറ, ആളുകൾക്ക് നിർഭയത്വമുണ്ടോ? വരില്ല എന്ന് മനസ്സിലാക്കിയോ അവർ? സുരക്ഷിതരായി കഴിഞ്ഞുകൂടാമെന്ന് ധരിച്ചു അവർ? അൻ യഅതിയഹും ബൗസുനാ, നമ്മുടെ ശിക്ഷ വന്നെത്താം. ബയാത്തൻ, രാത്രിയിൽ അവർ സുഷുപ്തിയിൽ ലയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വീട്ടിൽ വിശ്രമിച്ചുറങ്ങിക്കിടക്കുന്ന സമയത്ത്, വഹും നായിമൂൻ, അവർ ഉറങ്ങുന്ന സമയത്ത്, നിശയുടെ നിശബ്ദതയിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്താം. തീക്കാറ്റായും അഗ്നിസ്ഫുലിംഗമായും ചുഴലിക്കാറ്റായും പ്രളയമായും മഹാമാരിയായും കോവിഡായും എയ്ഡ്സായും അതുപോലെയുള്ള ആയിരക്കണക്കിൽ നടപടികളായും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വന്നേക്കാം. അഫഅമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ളുഹൻ വഹും യൽഅബൂൻ, പകൽ സമയങ്ങളിൽ, അപരാഹ്നങ്ങളിൽ, പൂർവാഹ്നങ്ങളിൽ അവർ കളിച്ച് പുളച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ വന്നെത്തുകയില്ല എന്നവർക്ക് ഉറപ്പുണ്ടോ? അഫഅമിനു മക്കറല്ലാഹ്, അല്ലാഹുവിന്റെ ഈ ശിക്ഷയും നടപടിയും അവർക്ക് വരില്ല എന്നവർക്ക് തോന്നുന്നുവോ? ഫലാ യഅ്മനു മക്കറല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടം സംഭവിച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് സുരക്ഷിതത്വ ബോധം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹ് ഏത് നേരവും എങ്ങനെയും പിടികൂടാം. വ്യക്തികളെ പിടികൂടാം, സമൂഹങ്ങളെ പിടികൂടാം, രാജ്യത്തെയും രാഷ്ട്രങ്ങളെയും പിടികൂടാം, ജനപദങ്ങളെ പിടികൂടാം. ഈ രൂപത്തിലാണ് ഖുർആനിന്റെ വാചകഘടന. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടും എന്ന കാര്യമാണ്. എന്നിട്ട് വേറെ സ്ഥലത്ത് അല്ലാഹ് ചോദിക്കാം, ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമത്തുൻ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ വബിഇരിൻ മുഅത്തലത്തിൻ വഖസരിൻ മശീദ്. സൂറത്തുൽ ഹജ്ജിലെ 45-ാമത്തെ ആയത്ത്. എത്രയെത്ര രാജ്യങ്ങളാണ് നമ്മൾ നശിപ്പിച്ചു അക്രമികളായപ്പോൾ. അവർ അക്രമം കൊണ്ട് ജനകോടികളെ കൊന്നൊടുക്കിയപ്പോൾ, ബോംബിട്ട് തകർത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അവരെ പിടികൂടി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ, അവ കീഴ്മേൽ മറിഞ്ഞു കിടക്കുകയാണ്. നാട് മുഴുവൻ കീഴ്മേൽ മറിഞ്ഞുപോയി. എത്രയെത്ര ഉപയോഗശൂന്യമായ ജലാശയങ്ങളും കിണറുകളുമാണ് അവിടെ കിടക്കുന്നത്. വലിയ വലിയ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ. അല്ലാഹ് പറയാണിത്, നിങ്ങൾ കേൾക്കണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ രൂപത്തിൽ അല്ലാഹു അല്ലാതെ ആരാണ് നമുക്ക് പറഞ്ഞു തരിക? അല്ലാഹു പറഞ്ഞു, ഫലസ്തീനിലെ പാവങ്ങളായ കുഞ്ഞുങ്ങൾ, എന്റെയും നിങ്ങളുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും പ്രായത്തിലുള്ള പിഞ്ചു പൈതങ്ങൾ, ഉമ്മമാർ മുലപ്പാലൂട്ടിക്കൊണ്ടിരിക്കെ ഉമ്മമാരെയും മക്കളെയും ഒരുപോലെ ബോംബിട്ട് തകർത്ത കശ്മലന്മാർ. സംഭവിച്ച കാര്യങ്ങളാ, മുമ്പ് കഴിഞ്ഞുപോയ ചരിത്രമല്ല. കഴിഞ്ഞ കൊല്ലത്തെ ഒക്ടോബർ 7 മുതൽ ഇന്ന് ഈ 2025 ജനുവരി മാസത്തിലെ ഈ ദിവസം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ കൊലപാതകങ്ങൾ, ആസുരന്മാർ ചെയ്തിട്ടുള്ള കിരാതമായ ആസുര പ്രവൃത്തികൾ കണ്ടും കേട്ടും ഞാനും നിങ്ങളും വാസ്തവത്തിൽ പകച്ചുപോയി. നോക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു, പടച്ചവനെ, ഈ ആളും അർത്ഥവും ആയുധവും കൊടുക്കുന്ന അമേരിക്കയെ പോലെയുള്ള സാമ്രാജ്യ ശക്തികൾക്ക് റബ്ബേ നീ നടപടികൾ സ്വീകരിക്കില്ലേ അവർക്കെതിരെ? ഇത്തഖി ദഅവത്തൽ മദ്ലൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മർദ്ദിതനായ ഇരയുടെ പ്രാർത്ഥന നീ ഭയപ്പെടണം. വ്യക്തികൾക്കാവാം, സമൂഹത്തിനാവാം, രാജ്യത്തിനാവാം,
ഗസയിലെ പാവങ്ങളായ കുഞ്ഞുങ്ങൾ അള്ളാഹുവിലേക്ക് കൈയഴിച്ചുകൊണ്ട് പടച്ചോനെ എന്റെ സങ്കടം ഞാൻ നിന്നോട് പറയാണ് പടച്ചോനെ, എന്റെ അള്ളാഹുവേ നീ അവരോട് പ്രതികാരം ചെയ്യണമേ, എന്റെ സങ്കടം എന്റെ പടച്ചോനോട് ഞാൻ പറയാണ്, എന്റെ അള്ളാഹുവിനോട് ഞാൻ എന്റെ സങ്കടം പറയുകയാണ് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉമ്മയെയും ഉപ്പയെയും കൊച്ചനുജനെയും ജ്യേഷ്ഠനെയും എല്ലാം നഷ്ടപ്പെട്ട കൺമുമ്പിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി പറഞ്ഞില്ലേ, ഞാൻ എന്റെ അള്ളാഹിനോട് സങ്കടം പറയുന്നു. അള്ളാഹു സങ്കടം കേട്ടു, അള്ളാഹു സങ്കടം കേട്ടു. അത് തീക്കാറ്റായി വന്നു. ആളും അർത്ഥവും നൽകിയ അമേരിക്കയുടെ മണ്ണിൽ ആർക്കെങ്കിലും തടുക്കാനായില്ല? ആർക്കെങ്കിലും തടുക്കാൻ കഴിഞ്ഞു? എത്ര ദിവസങ്ങളായി വെള്ളമൊഴിക്കുന്നു. അമേരിക്കയിലെ മുഴുവൻ അഗ്നിശമന ഫോഴ്സുകളും ഫയർഫോഴ്സുകളും നിരനിരയായി വന്നിട്ട് പുതിയ പുതിയ വാതകങ്ങൾ ആകാശത്ത് നിന്ന് വർഷിച്ചുകൊണ്ട്, നോക്കണം നിങ്ങൾ, പുതിയ പുതിയ വാതകങ്ങൾ. അവരല്ലേ ലോകത്തിന് ടെക്നോളജി കൊടുക്കുന്നത്? അവരല്ലേ ശാസ്ത്രത്തിന് സംഭാവനകൾ കൊടുത്തത്? അവരല്ലേ ഈ പാവങ്ങളെ കൊന്നൊടുക്കിയത്? അവിടെയുള്ള ഒരു സംഗതിയും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അള്ളാന്റെ ശിക്ഷ വന്നപ്പോൾ തടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. നബി പറയാണ്, മർദ്ദിതനായ വ്യക്തിയുടെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. അല്ലാഹുവിനും ആ പ്രാർത്ഥനയ്ക്കുമിടയിൽ ഒരു മറയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട ഇരകളായ ആൾക്കാരുടെ പ്രാർത്ഥനകൾ ആകാശത്തിലേക്ക് ഉയർത്തും. എന്നിട്ട് മേഘത്തിന്റെ തണലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂക്ഷിച്ചു വെക്കും. അല്ലാഹു പ്രസ്താവിക്കും, വബിഇസ്സതി വബിജലാലി, എന്റെ ഇസ്സത്തും എന്റെ ജലാലത്തും അത് വെച്ചുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. നിന്റെ കണ്ണീര് കേൾക്കും, നിന്റെ കണ്ണീര് കാണും, നിന്റെ പ്രാർത്ഥനകൾ കേൾക്കും, നിന്റെ സങ്കടങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരമുണ്ടാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവങ്ങളായ ആൾക്കാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്. വയുഫ്തഹു ലഹാ അബ്വാബസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ ആ പ്രാർത്ഥനകൾക്ക് വേണ്ടി തുറക്കപ്പെടും. വയഖൂലുർ റബ്ബു, അല്ലാഹു പ്രഖ്യാപിക്കും, വബിഇസ്സതി വജലാലി ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ ശരിക്ക് കൈകാര്യം ചെയ്യുന്നു. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, തങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ പുളകിതരായി പുളകം കൊണ്ടപ്പോൾ അഖദ്നാഹും ബഗ്ത, അവരെ നാം പെട്ടെന്ന് പിടികൂടി. കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും തീക്കാറ്റ് വന്നപ്പോൾ, കാട്ടുതീ പടർന്നപ്പോൾ ഒരു നിമിഷം മുമ്പെങ്കിലും ഒരു അലാറം കൊടുക്കാനോ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനോ ആർക്കെങ്കിലും സാധിച്ചോ? വാനനിരീക്ഷണ കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞില്ല. വലിയ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് കഴിഞ്ഞില്ല. ഫഅഖദ്നാഹും ബഗ്ത, പെട്ടെന്ന് നാം അവരെ പിടികൂടി. ഫഇദാഹും മുബ്ലിസൂൻ, അവരാരെ ഹതഭാഗ്യരായി മോഹഭംഗപ്പെട്ട് ഇങ്ങനെ നിരാശപ്പെട്ട് കഴിയാണ്. അല്ലാഹ് പറയട്ടെ, ഫഖുതിഅ ദാബിറുൽ ഖൗമിൽ ലദീന ളലമൂ, അക്രമികളായ ആളുകളെ അല്ലാഹു ഉന്മൂലനാശം വരുത്തി, ഉന്മൂലനാശം വരുത്തി. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകനാഥനായ അല്ലാഹുവിന് സർവസ്തുതി. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഭൗതികമായ വ്യാഖ്യാനങ്ങൾക്ക് അതീതമായി തീർച്ചയായും ഭൗതികമായ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ നമുക്ക് ഭാഷ്യം കൊടുക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഔസ്വാൻ പാളികൾക്ക് വീഴ്ച വന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥക്ക് പ്രശ്നം വന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നമാണോ? എന്നെല്ലാമുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കൊടുത്തുകൊള്ളൂ. നമ്മൾ നിഷേധിക്കുന്നില്ല, വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. അതേ സന്ദർഭത്തിൽ ധാർമ്മികമായ ഒരു വ്യാഖ്യാനം നമ്മൾ ഇതിന് കൊടുക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിന്റെ നടപടി. ആ സമൂഹത്തിൽ പതിച്ചതിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്റെയും നിങ്ങളുടെയും കൺമുമ്പാകെ വന്നു. ആദും സമൂദുമല്ല, ഫിർഔനല്ല, ഹാമാനല്ല, ഖാറൂനല്ല, നമ്രൂദല്ല. അതാ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയി. ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ അള്ളാഹു ഇടപെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ എന്റെയും നിങ്ങളുടെയും പഠനത്തിന് വിധേയമാകണം. അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. أقول قولي هذا وأستغفر الله لي ولكم وللمؤمنين فاستغفروه إنه هو الغفور الرحيم.